FCRI വിഷയത്തിൽ ക്രൈസ്തവ പുരോഹിതന്മാർ സംഘപരിവാറിന്റെ കെണിയിൽ വീണോ? പരിശോധിക്കാം. FCRI വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നലെ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരുന്നു. ഇന്നലെ PC ജോർജിന്റെ നിലപാടാണ് ഞങ്ങൾ പ്രധാനമായും ഈ വിഷയത്തിൽ ചർച്ച ചെയ്തത്. ഇന്ന് സംഘപരിവാറിന്റെ റോൾ എത്രത്തോളം FCRI വിഷയത്തിലുണ്ട്, സംഘപരിവാറിന്റെ ഇടപെടൽ ക്രൈസ്തവ സഭയ്ക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. സുനിൽ, ഈ പറഞ്ഞതുപോലെ തന്നെ ഇടതുപക്ഷവും കോൺഗ്രസും ഈ FCRI വിഷയത്തിൽ പ്രധാനമായും ക്രൈസ്തവർക്കെതിരെ സംഘപരിവാറിൻ്റെ ഒരു അജണ്ട എന്ന നിലയിലാണ് അവർ ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത്. ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാണ്? കാരണം ഞാനങ്ങനെ ചോദിക്കാനുള്ള കാരണം പ്രധാനമായും RSSൻ്റെ അവരുടെ അടിസ്ഥാന ഗ്രന്ഥമായ വിചാരധാരയിൽ ഗോൾവാർക്കർ പ്രധാനമായും കൃത്യമായും എഴുതി വെച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ 3 പ്രധാനപ്പെട്ട ആഭ്യന്തര ശത്രുക്കൾ, 1 കമ്മ്യൂണിസ്റ്റുകാർ, 2 മുസ്ലിങ്ങൾ, 3 ക്രൈസ്തവർ. ഈ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാവാം കോൺഗ്രസും ഇടതുപക്ഷവും ഇത്തരം ഒരു ആശങ്ക ഉന്നയിക്കുന്നത്. ഇതിൻ്റെ വാസ്തവം എന്താണ്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, കേരളത്തിൽ ഇത്രയും കാലം ഈ ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് നിർത്തിയിരുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഇവരെ പ്രീണനം നടത്തി ഇവരെ ചേർത്ത് നിർത്തിയുള്ള ഒരു ഭരണമാണ് നടത്തിയതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു കുത്തവകാശം എന്ന് പറയുന്നത് പരമ്പരാഗതമായി നമ്മുടെ കേരളത്തിലെ കാര്യം എടുത്താൽ അത് കോൺഗ്രസിനും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനും മാറി മാറി ഇവരെ പ്രീണിപ്പിച്ച് കൊണ്ടുപോവുകയായിരുന്നു. അന്നേരം സഭയെ സംബന്ധിച്ചിടത്തോളം എന്നും ഈ ക്രൈസ്തവ സഭ ഒരു മോസ്റ്റ് വാണ്ടഡ്, അതായത് ഇങ്ങനെ 2 കൂട്ടരാലും പാമ്പർ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ. സംഘപരിവാർ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യമേ ഈ ഒരു ക്രൈസ്തവ പ്രീണനത്തിനൊന്നും അവർ മുതിർന്നില്ല. അവരുടേതായ അജണ്ടകളും ഇവിടെ ഒരു തീവ്ര ഹിന്ദുത്വ ഒരു കാർഡ് ഇറക്കി കളിച്ച് ഒരു ഹൈന്ദവ വോട്ടുകളെ ഏകീകരിച്ച് ഭരണം പിടിക്കുവാനൊക്കെ ശ്രമിച്ചെങ്കിലും അത് അമ്പേ പരാജയപ്പെട്ടു. കേരളത്തിൽ ഭരണം പിടിക്കണമെങ്കിൽ ഈ ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് നിർത്തിയെങ്കിൽ മാത്രമേ, അവരെ പ്രീണിപ്പിച്ചെങ്കിൽ മാത്രമേ അവരുടെ മനസ്സിലുള്ള ഒരു ആശങ്ക, ഈ ഒരു സംഘപരിവാർ ശക്തികളോടുള്ള ഒരു 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 ഉള്ളിലെ ഭയം ഇല്ലാതാക്കി കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിൽ ഇവർക്കൊരു ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിക്കുകയുള്ളൂ, ഉദ്ദേശിക്കുന്ന ലക്ഷ്യം കാണാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാണ് അവർ കടന്നു കയറാൻ കഴിഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായാണ് PC ജോർജിനെയും മകനെയും നമ്മുടെ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ വിശദമായിട്ട് അത് നമ്മൾ പറഞ്ഞു. അങ്ങനെ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രബല സമുദായമായ കത്തോലിക്ക സഭയിലേക്ക് അവർ കടന്നു കയറാൻ ശ്രമിച്ചു. അവരുടെ അംഗങ്ങളായ ആളുകൾക്ക് ഉചിതമായ പദവി കൊടുത്തു. ഇപ്പോൾ ജോർജ് കുര്യനെ പോലെയുള്ള ഒരാൾക്ക് വിജയിച്ചില്ലെങ്കിൽ പോലും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം നടത്തി. അങ്ങനെ ആ സഭയുടെ ഒരു ഐത്തം അല്ലെങ്കിൽ ഒരു ഭയം മാറ്റിയെടുക്കുവാനുള്ള ശ്രമങ്ങളെല്ലാം അവർ നടത്തി. ഇടതുപക്ഷവും കോൺഗ്രസും ഉന്നയിക്കുന്ന ഈ സംഘപരിവാർ പേടി FCRI വിഷയത്തിൽ ക്രൈസ്തവർക്ക് ബാധകമല്ല. അതെ, ഇല്ലേ? അവര് ഉന്നയിക്കുന്ന ആശങ്കകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്നാണ് സുനിൽ പറഞ്ഞത്. അതെ, അന്നേരം ഇത്തവണ അങ്ങനെ നോക്കുമ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഈ കാറ്റിനൊത്ത് തൂറ്റുക എന്ന സ്ട്രാറ്റജിയാണ് എപ്പോഴും ഈ ക്രൈസ്തവ സഭയ്ക്കുള്ളത്. അന്നേരം നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു UDF തരംഗമാണ്. അന്നേരം അതുകൊണ്ട് തന്നെ UDFിനൊപ്പം നിൽക്കുന്നതാണ് നല്ലത് എന്ന ഒരു ട്രെൻഡ് ഈ സഭാ അധ്യക്ഷന്മാർക്കും ഏതാണ്ട് വന്നു. അന്നേരം ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു അപകടം കണ്ടുകൊണ്ടാണ് ഈ FCRI ഭേദഗതി എന്നുള്ള ഒരു വടിയെടുത്ത് ഇവരൊന്ന് വീശി കാണിച്ചു. ഇത്തവണ കേരളത്തിൽ ഞങ്ങൾക്കും ഒരു അവസരം തരണം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് പ്രാമുഖ്യമുള്ള മധ്യ തിരുവിതാംകൂറിൽ നിങ്ങളുടെ ആളുകളെ തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി നിർത്തുന്നു, നിങ്ങളുടെ പുത്രന്മാരെ നിങ്ങൾ വിജയിപ്പിച്ചു തന്നാൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള സഹായം ഉണ്ടാവും. അന്നേരം അത് അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഈ സഭയുടെ മിഷണറിയിലെ എല്ലാ ബിഷപ്പുമാരെയും ഒരേ നുഖത്തിൽ കെട്ടാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ FCRI ഭേദഗതി എന്നൊരു സാധനം എടുത്ത് ഒന്നനക്കെ കാണിച്ചത്. 2026 മാർച്ച് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുവാനായിട്ടിരുന്ന അതിനെതിരെ അത് പാർലമെൻറ്റിൽ അതൊരു ബില്ലായി അവതരിപ്പിക്കും, ചർച്ചയ്ക്ക് വരുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും അത് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും അതിനെതിരെ ക്രൈസ്തവ സഭയ്ക്ക് ഒപ്പം നിന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ NDAയുടെ ഭാഗമായ PC ജോർജും സംഘവും എല്ലാം ഈ ഒരു അവസരത്തിൽ ഇപ്രകാരം ഒരു നിലപാട് പോയാൽ തങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തു. അന്നേരം ആ ഒരു സാഹചര്യത്തിൽ അവർ അത് ഫ്രീസ് ചെയ്തു.
അത് ചർച്ചയ്ക്കെടുത്തില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇവർക്ക് കൂട്ടിക്കിഴിക്കലുകൾ നടത്തി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി കത്തോലിക്ക സഭാംഗങ്ങളുടെ വോട്ട് അവർ ഉദ്ദേശിച്ചതുപോലെ ഈ ബിഷപ്പുമാരൊന്നും കാര്യമായിട്ട് എഫേർട്ട് എടുത്തില്ല എന്ന് മാത്രമല്ല, ചില ബിഷപ്പുമാർ കന്യാസ്ത്രീ മഠങ്ങളിൽ കാഞ്ഞിരപ്പള്ളി മഠത്തിലടക്കം വിളിച്ചു പറഞ്ഞു UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ വിവരങ്ങൾ ഇയാൾക്ക് ലീക്കായി കിട്ടിയെന്ന് പറഞ്ഞാണ് ഈ പുകിലെല്ലാം ഉണ്ടാക്കിയത്. അന്നേരം ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ തങ്ങളുടെ ലക്ഷ്യം ഏതായാലും വോട്ട് കഴിഞ്ഞു. അന്നേരം ആ വോട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു സപ്പോർട്ട് ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ അവർക്കൊരു ജസ്റ്റിഫൈ ചെയ്യാൻ ഒരു കാരണമാണ്. പ്രത്യേകിച്ച് PC ജോർജിന് മുന്നിൽ നിന്ന PC ജോർജിനും മകനും പറഞ്ഞു നിൽക്കാം, നിങ്ങളെന്താ ചെയ്തത്, ഞങ്ങളോടില്ലാത്ത സ്നേഹം സഭയോട് ഞങ്ങൾ കാണിക്കണോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി. അന്നേരം ഇത് യഥാർത്ഥത്തിൽ ഒരു FCRA നിയമ ഭേദഗതി ചെയ്യുക മാത്രമല്ല, ഒരു കോമ്പിറ്റൻ്റ് ഒരു ദേശീയ ഒരു കോമ്പിറ്റന്റ് ബോഡിയെ കൂടി ഇവർ രൂപീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം. അതായത് വഖഫ് ബോർഡ് രൂപീകരിച്ചതുപോലെ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് സർക്കാരിന് ആവശ്യമെങ്കിൽ മുസ്ലിം സമുദായത്തെ നിയന്ത്രിക്കാൻ കഴിയും. അതേപോലെ തന്നെ ഹിന്ദു സമുദായവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മുടെ ദേവസ്വം ബോർഡുണ്ട്. അത്തരത്തിലുള്ള ഒരു ബോർഡ് വേണം എന്നാണോ സുനിലിന്റെ ആവശ്യം? അത് എൻ്റെ ആവശ്യമല്ല. നിലവിലെ സാഹചര്യം അനുസരിച്ച് വരുന്നത് കേട്ടിട്ട് ഞാൻ അതെ ഈ FCRA നിയമ ഭേദഗതിയോടൊപ്പം തന്നെ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇതുപോലൊരു കോമ്പറ്റന്റ് ഏജൻസിയുടെ ഫോർമേഷനൂടെ നടത്തും എന്ന കൃത്യമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. അന്നേരം എന്തുകൊണ്ടും അത് നിലവിലെ സാഹചര്യത്തിൽ ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. അന്നേരം ഇത്തരത്തിലുള്ള ഈ പ്രൊപ്പഗണ്ട ഇടതുപക്ഷമാണെങ്കിലും ശരി കോൺഗ്രസ് ആണെങ്കിലും നടത്തുന്ന ഈ പ്രൊപ്പഗണ്ട ഇതൊരു അതെ സംഘപരിവാറിന്റെ ഒരു അജണ്ടയാണ്, ക്രൈസ്തവ സഭയെ തകർക്കാനുള്ളതാണ്, നിങ്ങളുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ പിടിച്ചെടുക്കാനുള്ളതാണെന്നൊക്കെയുള്ളൊരു ഒരു പ്രൊപ്പഗണ്ട മാത്രമാണ്. ആ ക്രൈസ്തവ സഭകളുടെ മനസ്സിൽ ആശങ്കയുണ്ടാക്കി ഈ വോട്ട് ബാങ്കിനെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു തന്ത്രത്തിലാണ് അവർ പറയുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഈ ക്രൈസ്തവ സഭകൾ എന്ന പേരിൽ നടത്തുന്ന ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളൊന്ന് അവരോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്രകാരം ഒരു FCRA നിയമ ഭേദഗതി നടത്തേണ്ടുന്ന കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയും ഇത്തരം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാൻ വഖഫ് പോലെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പോലെയും അനിവാര്യമാണ്. സുനിൽ, അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരുന്നത് നമ്മൾ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ എടുത്തു കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞതാണെങ്കിൽ പോലും അത് ആവർത്തിക്കേണ്ട ഒരു പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഈ നമ്മുടെ തിരുവിതാംകൂറിൻ്റെയും അല്ലെങ്കിൽ കൊച്ചി രാജ്യത്തിൻ്റെയും അല്ലെങ്കിൽ മലബാറിൻ്റെ ഒക്കെ അവസ്ഥ എടുത്ത് നോക്കിയാൽ കടുത്ത ജാതീയമായ വിവേചനങ്ങളും നമ്മളത് കഴിഞ്ഞ ചർച്ചകളിൽ പറഞ്ഞു. പക്ഷേ അതിനെ നള്ളിഫൈ ചെയ്യല്ല. അപ്പൊ ഹാരി പറഞ്ഞ അവർ വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള സേവനം രാജ്യത്തിന് നടത്തിയിരുന്നു എന്ന കാര്യത്തിൽ നിന്നും യാതൊരു സംശയമില്ല. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന 2.5% എന്ന് പറയുന്ന ഈ സമുദായത്തിൻ്റെ ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് അവരുടെ കണക്കുകൾ അവതരിപ്പിക്കാം, അവരുടെ FCRA അക്കൗണ്ടുകൾ വഴി വരുന്ന പണം എന്തിനു വിനിയോഗിച്ചു എന്ന കാര്യത്തിൽ സുതാര്യത ഉണ്ടാക്കാൻ അവർക്ക് കുഴപ്പമില്ല. ഒരു കോമ്പിറ്റന്റ് ബോഡി, ഒരു വഖഫ് ബോഡി അവരെ നിയന്ത്രിക്കുന്നതിൽ അവർക്ക് പരാതിയില്ല. അതുപോലെ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമുദായത്തിന് അവരുടെ സുതാര്യമായ കണക്കുകൾ അവതരിപ്പിക്കുന്നതിനകത്ത് പ്രശ്നമില്ല. ദേവസ്വം ബോർഡുമായിട്ട് ഒത്തുപോകുന്നതിന് അവർക്ക് പരാതിയില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സഭകളെന്ന് പറയുന്ന ഈ ക്രൈസ്തവ സഭകളെന്ന് പറയുന്ന ഈ പ്രസ്ഥാനങ്ങൾ കണക്കുകളിൽ അക്കൗണ്ടബിലിറ്റിയും സുതാര്യതയും വേണം, നിങ്ങളുടെ സംരക്ഷണത്തിന്, നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് തരുന്നതിന്, നിങ്ങളുമായി കൂടുതൽ ഒരു കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടേതായ ഒരു കോമ്പിറ്റന്റ് ഏജൻസി വരുന്നതിനകത്ത് എന്തിനിവർ ഭയക്കണം എന്നതാണ് സ്വാഭാവികമായ ചോദ്യം. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഒരുപക്ഷെ അത് സുനിൽ പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. കാരണം ഒരു നിയന്ത്രണവുമില്ല, എന്തും ചെയ്യാം എന്നുള്ള ഒരു ആത്മവിശ്വാസം പരമ്പരാഗതമായി ക്രൈസ്തവ സഭകൾക്കുണ്ട്. വഖഫ് ബോർഡ് പോലെ ദേവസ്വം ബോർഡ് പോലെ എന്തുകൊണ്ടാണ് സർക്കാരിന് ഇത്തരത്തിലൊരു ബോർഡ് രൂപീകരിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ? എന്താണ് പ്രത്യേകത? ഒന്നുമില്ല. സുനിൽ പറഞ്ഞതിനെ പൂർണ്ണമായും പ്രേക്ഷകരും ന്യായീകരിക്കുമെന്ന് തോന്നുന്നു. എനിക്കും പേഴ്സണലി സുനിൽ പറഞ്ഞതിനോട് ഒരു യോജിപ്പുണ്ട്. കാരണം ഇത്തരത്തിൽ മറ്റ് മതങ്ങളെ, പ്രബലമായ ഹിന്ദു മതത്തെയും അതേപോലെ രണ്ടാമത്തെ മതമായിട്ടുള്ള ഇസ്ലാം മതത്തെയും സർക്കാരിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഈ പറയുന്ന 2-3% വരുന്ന ക്രൈസ്തവ സമൂഹത്തെ എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ ഇത്തരത്തിൽ ബോർഡ് ഉണ്ടായിക്കൂടാ എന്നുള്ളത് ന്യായമായ ഒരു ആവശ്യമാണ്.
അപ്പോൾ സുനിൽ, അത്തരമൊരു ബോർഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇവരുടെ വരുന്ന ഫണ്ടുകൾ എങ്ങനെ ചിലവഴിക്കുന്നു അല്ലേ, അത് എവിടേക്ക് പോകുന്നു, ഇവർ പറയുന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണോ ഈ ഫണ്ട് വിനിയോഗിക്കപ്പെടുന്നത്, അത് അർഹരായവരിലേക്ക് എത്തുന്നുണ്ടോ അതോ വകമാറ്റി ചിലവഴിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി അതിനെ കണക്കുകൾ സർക്കാരിന് ബോധ്യപ്പെടാൻ തക്ക വിധമുള്ള ഒരു നിയന്ത്രണ അതോറിറ്റി വരികയാണ് അല്ലേ. അത് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ, ഈ പറയുന്ന NGO-കൾ വഴിയുള്ള തട്ടിപ്പുകൾ ഒരു പരിധിവരെ അല്ല പൂർണ്ണമായും തന്നെ നിയന്ത്രിക്കാനാവും എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു ബോർഡിന്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ പോലും വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും വിധേയപ്പെടുക എന്ന് പറയുന്നതും, അതുപോലെ സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിനുള്ളത് കൊടുക്കുവാനും വേദപുസ്തകം തന്നെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കണക്കുകളിൽ അക്കൗണ്ടബിലിറ്റിയും സുതാര്യതയും വേണം എന്ന് പറഞ്ഞതിനകത്ത് ഇവർ ഇത്രയും ഹാലിളകേണ്ടത് യാതൊരു കാര്യവുമില്ല. നിലവിലെ സാഹചര്യത്തിൽ നമ്മളൊരു കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ക്രൈസ്തവ സഭകളെന്ന പേരിൽ ഓരോരോ പേരുകളിൽ സഭകളെന്ന പേരിൽ ട്രസ്റ്റുകളായും കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളായിട്ടും ഒക്കെ ഫോർമേറ്റ് ചെയ്യപ്പെട്ട ഈ സഭകളെന്ന പേരിൽ ഇവർ അറിയപ്പെടുന്ന ഈ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഹവാല ഇടപാട് സ്ഥാപനങ്ങളാണ് ഇതിൽ പലതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു രാജ്യത്തെ റിസർവ് ബാങ്കിനെ, പ്രത്യേകിച്ച് ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ റിസർവ് ബാങ്കിനെ പോലും സമാന്തരമായി ഈ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ക്രസ്റ്റുകളായിട്ടാണ് ഇവരുടെ അരമനകളും ഈ പ്രസ്ഥാനങ്ങളും ഫങ്ഷൻ ചെയ്തത്. ഇന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാരന്മാർക്ക് വേണ്ടി, അതുപോലെ പല NGO-കൾക്ക് വേണ്ടി, പല പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പല പല പേരുകളിൽ പല പല പ്രോജക്റ്റുകൾ, പല പല ചാരിറ്റി പ്രസ്ഥാനങ്ങൾ എന്ന പേരിൽ ആയിരക്കണക്കിന് കോടികളാണ് ഇവിടെ കൊണ്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പേരിൽ വരുന്ന ഈ പണം എന്ത് പർപ്പസിലാണോ ഇത് വന്നേക്കുന്നത് അതിന് വളരെ വളരെ ചെറിയൊരു ശതമാനം മാത്രം ഉപയോഗിക്കുകയും ബാക്കി എല്ലാ പണവും നമുക്ക് വളരെ ദുരൂഹമായ ഇടപാടുകളാണ് ഇവർ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടുകാരനായ KP യോഹന്നാൻ എന്ന് പറയുന്ന ആത്മീയ യാത്ര എന്ന പ്രസ്ഥാനവുമായിട്ട് കൈകൊട്ടിപ്പാട്ടായിട്ട് നടന്ന ആ KP യോഹന്നാൻ ഒരു സുപ്രഭാതത്തിൽ മാർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ എന്ന പേരിൽ ഇദ്ദേഹം ഒരു ചുവന്ന നൈറ്റി ഇട്ട് ഇദ്ദേഹം ഒരു സെൽഫ് ഡിക്ലെയർഡ് ബിഷപ്പായി ഒരു സഭയുണ്ടാക്കി. അന്നേരം ഇദ്ദേഹത്തിന് ഈ 2017 മാത്രം കണ്ടെത്തിയത് ഏതാണ്ട് 2500 കോടിയിലധികം രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ ഏതാനും ചില FCRA അക്കൗണ്ടുകളിലേക്ക് തന്നെ വന്നത്. അതുപോലെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സാമ്പത്തിക അടിത്തറയുള്ളൊരു പ്രസ്ഥാനമായി ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം മാറി. ഉദാഹരണത്തിന് ഇവിടെ എരുമേലിയിലെ ഹാരിസൺസ് മലയാളം ലിമിറ്റഡിൻ്റെ പേരിലുള്ള ഏതാണ്ട് 3000 ഏക്കറിനടുത്തുള്ള ആ ലാൻഡ്, അതെ, ഗോസ്പൽ ഫോർ ഏഷ്യയുടെ പേരിൽ ഇദ്ദേഹം മേടിച്ചു. പിന്നീട് അയന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റിൻ്റെ പേരിലാക്കി. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഈ അയന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഇങ്ങനെ ട്രസ്റ്റുകൾ ഉണ്ടാക്കി. ആ ട്രസ്റ്റുകളുടെ അണ്ടറിലാണ് ഇതെല്ലാം ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുപോലെ കവടിയാർ മറ്റോ ഇപ്പോൾ കവടിയാർ അങ്ങനെ ഇന്ത്യയിൽ മാത്രമല്ല ഏതാണ്ട് 10ലധികം രാജ്യങ്ങളിൽ ഇന്ത്യയിലുള്ള പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി സ്ഥാപന ജംഗമ വസ്തുക്കൾ ഇവരുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഇവർ വാങ്ങിക്കൂട്ടി. എന്നിട്ട് ഈ BJP സർക്കാരിനെ സംഘപരിവാർ ശക്തികളെ ഭയന്നാണ് ഇവർ ഈ ഒരു പ്രൊട്ടസ്റ്റന്റ് ഫോർമാറ്റിൽ നിന്നും ഒരു പൗരോഹിത്യ സഭ എന്ന ലെവലിലേക്ക് ഇവർ ഒറ്റ രാത്രി കൊണ്ട് രൂപാന്തരം പ്രാപിച്ചത്. കാരണം ഇവിടെയുള്ള ഈ ചുവന്ന നൈറ്റി ഇട്ടവർക്ക് മാത്രമേ ഒരു വിലയും നിലയുമുള്ളൂ, ഇവരെ ക്രൈസ്തവ സഭകളായിട്ട് അംഗീകരിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കി ഈ മീശയും പഠിച്ച് ജുബൈ വിട്ട് നടന്ന യോഹന്നാൻ ഒറ്റ സുപ്രഭാതത്തിൽ ചുമന്ന തൊപ്പിയും വെച്ച് പ്ലം കേക്ക് തൊപ്പിയും ഒക്കെ വെച്ച് വടിയൊക്കെ പിടിച്ച് കണ്ടാൽ നമ്മൾ ചിരിച്ച് മറിയുന്ന സൈസ് രൂപത്തിലേക്ക് വന്ന് അവസാനം എന്ത് ചെയ്തു? ഈ പാവപ്പെട്ടവൻ ഈ ലോകമെമ്പാടും നടന്ന് ഈ ഉടായ്പ പണിയിലൂടെ ഉണ്ടാക്കിയ 10,000 കോടിയുടെ കാശ് തട്ടിയെടുക്കുവാൻ വേണ്ടി ഇയാളെ ടെററിസമാദിയാക്കി. ഒരു സുപ്രഭാതത്തിൽ ഈ അത്തനേഷ്യസ് യോഹാൻ പ്രഥമനെ വണ്ടി ഇടിപ്പിച്ച് കൊന്ന് ഇയാളെ അവസാനം ഒരു പെടുമരണം പോലെ പെട്ടിക്കകത്താക്കി ഇവിടെ കൊണ്ടുവന്ന് ഇവന്മാർ ഇതിവിടെ കൊണ്ട് കുഴിച്ചിട്ടു. ഒന്ന് ഓർക്കുക, 10,000 കോടികൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് സ്വത്തുണ്ടെന്ന് ഇവന്മാർക്ക് പോലും അറിയത്തില്ല. അപ്രകാരമുള്ള ഒരു സ്വത്തുണ്ടാക്കിയ ഒരു മനുഷ്യൻ, അയാൾ ബേസിക്കലി നല്ലൊരു മനുഷ്യനായിരുന്നു, തുടക്കത്തിൽ നല്ലൊരു സുവിശേഷകനായിരുന്നു. ആയിരക്കണക്കിന് ആളുകളുടെ മദ്യപാനം നിർത്തി ആത്മീയ യാത്ര എന്ന റേഡിയോ പ്രഭാഷണത്തിലൂടെ അനേകർക്ക് സുവിശേഷം എത്തിച്ച ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ഈ പരിധിയില്ലാത്ത പണവും പരിധിയില്ലാത്ത പദവിയും വന്നു ചേർന്നപ്പോൾ ഇയാളൊരു മനുഷ്യനല്ലാതായി മാറി. അവസാനം ആ പണത്തിന് വേണ്ടി ഇയാളെ ഇല്ലാതാക്കി. ഇതുപോലെ തന്നെ ഓരോ സഭ, ഓർത്തഡോക്സ് സഭയിലെ ഒരു സ്വന്തം ട്രസ്റ്റ് ഉണ്ടായിരുന്ന ഏതാണ്ട് 1000 കോടി രൂപയുടെ ട്രസ്റ്റ് ഉണ്ടായിരുന്ന തോമസ് മാർ അത്താനീസൂസ് എന്നൊരു മെത്രാനെ റെയിൽ സമാധിയാക്കി. ഇവന്മാരെ ഈ ട്രെയിനിൽ നിന്ന് എടുത്ത് വലിച്ചെറിഞ്ഞ് ഇയാളുടെ കാലിൻ്റെ പത്തി വരെ പട്ടി കടിച്ച് പറിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലുണ്ടായി. പുല്ലേപ്പടി
ഈ പുല്ലേപ്പടി റെയിൽവേ ട്രാക്കിലാണ് പുള്ളിയുടെ ഗുജറാത്തിൽ നിന്നും ചെങ്ങന്നൂരിലേക്കുള്ള യാത്രാമധ്യേ അയാളെ കൊന്ന് റെയിൽവേ ട്രാക്കിൽ ഇട്ടു. പിന്നീട് അയാളുടെ ട്രസ്റ്റ് ഇതിലേ പോയി, അയാളുടെ സ്വകാര്യ ട്രസ്റ്റ് ഇതിലേ പോയി എന്നറിയത്തില്ല. എത്ര ടെസ്റ്റാണ് അദ്ദേഹത്തിന്? ഇയാൾക്ക് ഗുജറാത്തിൽ തന്നെ ഏതാണ്ട് 10-12ഓളം സ്കൂളുകളും 1000 കോടി രൂപയുടെ അസറ്റും ഉണ്ടായിരുന്നു. അത് ഇതിലേ പോയി എന്നറിയത്തില്ല. ആ ട്രസ്റ്റിൽ മെമ്പർമാരായിരുന്നു എന്നറിയത്തില്ല. സഭയ്ക്ക് ഒരു പിടിയുമില്ല. അതുപോലെ തന്നെ ഇടുക്കിയിലെ ഒരു ബിഷപ്പിനെ ഇതുപോലെ വഴിയിൽ വെച്ച് ഒരു KK റോഡിൽ വെച്ച് ആക്സിഡൻ്റായി അയാൾ പോയി. ഇതുപോലെ ഓരോരോ ബിഷപ്പുമാരും ഇതുപോലെ ടയർ സമാധിയാകുക, റെയിൽ സമാധിയാകുക, കട്ടിലിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കിടക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളോ കേട്ടാൽ തന്നെ നമ്മൾ ചിരിച്ചും മറിയുന്ന തരത്തിലുള്ള പിടുമരണങ്ങൾ പ്രാപിച്ചു പോയി. ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവന്മാർ ഈ രാജ്യത്തെയും ജനങ്ങളെയും വിശ്വാസികളെയും കബളിപ്പിച്ചുണ്ടാക്കിയ യാതൊരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലാത്ത, സുതാര്യതയും ഇല്ലാത്ത കള്ളപ്പണമായിട്ട് ഇവന്മാർ നടക്കുക. ഇന്നിവിടെയുള്ള പല മൊത്തമൂറ്റ് പോലെയുള്ള പല സംഘടനകളും തഴച്ചു വളർന്നത് ഇവന്മാരുടെ കള്ളപ്പണത്തിൻ്റെ ബേസിലാണ്. അങ്ങനെ ഈ വിശ്വാസി സമൂഹത്തെയും ഈ ക്രൈസ്തവ സമൂഹത്തെയും ഈ രാജ്യത്തെയും ഇവന്മാർ കബളിപ്പിച്ചുകൊണ്ട് പാരലൽ ട്രസ്റ്റുകൾ ഓരോരോ, ഇപ്പം ഞാൻ പറഞ്ഞു ഓർത്തഡോക്സ് സഭയുടെ നിലവിലെ കാതോലിക്ക, അയാളുടെ പേരിൽ 16 സ്വകാര്യ ട്രസ്റ്റുകളാണുള്ളത്. ഇതിനെല്ലാം FCRA അക്കൗണ്ടുകളും ഉണ്ടായിരുന്നു. അന്നേരം അവിടെ പരിശോധിച്ച് കഴിഞ്ഞാൽ സ്പെസിഫൈനുകളാക്കി ഒരു 3 അംഗവൈകല്യമുള്ളവർ, ഒരു 6 വാർദ്ധക്യം ബാധിച്ചവർ, മനോരോഗമുള്ള ഒരു 3 പേര്, ഇങ്ങനെ സ്പെസിഫൈനുകളാക്കി 16 സ്ഥാപനങ്ങളിൽ ചെതറിച്ചിട്ടേക്കുക. ഇതിൻ്റെ പേരിൽ ബ്രോഷർ അടിപ്പിച്ച് ഇതിൻ്റെ പേരിലാണ് പണം കടത്തലും പിരിവും എല്ലാം നടത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന കുറച്ച് പൈസ കുറേ പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് മുളക് പൊടി ഈ നിർമ്മാണ യൂണിറ്റിന് ഒരു 10,000 രൂപ കൊടുക്കുന്നു, ചിലർക്ക് മല്ലിപ്പൊടി നിർമ്മാണ യൂണിറ്റിന് ഒരു 5,000 രൂപ കൊടുക്കുന്നു, ചിലർക്ക് അച്ചാറുണ്ടാക്കാൻ. അന്നേരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അയ്യോ തിരുമേനി എന്തൊരു മനുഷ്യസ്നേഹിയ, 10,000 രൂപ നമുക്ക് സംഭാവന ചെയ്തു. ഏത് 10 കോടി രൂപ ഇതുപോലെ പാവങ്ങൾക്ക് വേണ്ടി അവരെ എംപവർ ചെയ്യാനാണെന്ന് പറഞ്ഞ് പിരിച്ചുകൊണ്ട് വന്നിട്ടാണ് ഈ 10,000 രൂപ എടുത്ത് കൊടുക്കുന്നത്. അന്നേരം ഇതുപോലെയുള്ള ഈ തട്ടിപ്പുകൾ, അതായത് ഇന്ന് യഥാർത്ഥത്തിൽ ശരിക്കും ഈ ഒരു വലിയ വിപ്ലവവും വലിയൊരു ഉണ്ടാകാൻ പോകുന്നു പറഞ്ഞാൽ ഈ ക്രൈസ്തവ സമൂഹത്തിലെ വിശ്വാസ സമൂഹമാണ്. കാരണം ക്രിസ്തു ഇത്തരത്തിലുള്ള ഈ നുകത്തിൽ ഇവരുടെ പുറത്തു നിന്നും ഈ പഴയ മാമൂലും അനാചാരങ്ങളും ദുരാചാരങ്ങളും എടുത്ത് അവരെ സ്വതന്ത്രരാക്കാനും സത്യത്തിൽ എൻ്റെ മാർഗത്തിൽ നടത്താനും വേണ്ടിയാണ് കർത്താവ് വന്നത്. എന്നാൽ ഇന്ന് ഈ പൗരോഹിത്യ സഭകൾ ക്രിസ്തുവിനെ ക്രൂശിച്ച ആ പരീശന്മാരുടെയും ശാസ്ത്രികളുടെയും പിന്മുറക്കാരായ ഈ കൂദാശ കുർബാന തൊപ്പി തൊഴിലാളികൾ ഇവന്മാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പഴയ കാലഘട്ടത്തിലേക്ക് 2000 കൊല്ലത്തിന് പിന്നിലേക്ക് ഇവന്മാരെ കൊണ്ടുപോയി ഈ പ്രാകൃതമായ ഈ ചവിട്ടുനാടകവും കുർബാനകളിലും ഇവന്മാരെ തഴച്ചിട്ട് ഈ പാപബോധം ഇവന്മാരിൽ വളർത്തി ഈ അടിമക്കുഞ്ഞാടുകളെ വെറും അടിമകളും മൊണ്ണകളുമാക്കി അവൻ്റെ ദശാംശം സ്വോത്രകാഴ്ച വിടുങ്ങുക, ഇവന്മാരെ എംപവർ ചെയ്യാനെന്ന പേരിലും ഇവിടെ പ്രാകൃതമായ ഒരു രാജ്യമാണ്, ഇവിടെ ക്രൈസ്തവവൽക്കരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഇവന്മാർ 10,000 കോടി ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. ഇന്ത്യ വളരെ ദരിദ്ര രാജ്യമാണെന്നൊക്കെ അത് പറഞ്ഞു. എന്നിട്ടും ഈ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇത്രയും വർഷമായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന അത്രയും പോലും ഇത് ഈ 2.5% താഴേക്ക് വീണ്ടും പോയി ഇവന്മാർ കുത്തി. ഇവന്മാർ എല്ലാ ദിവസവും കുർബാന കളിക്കുന്നു, സൺഡേ സ്കൂൾ നടത്തുന്നു, വനിതാ സമാജം നടത്തുന്നു, തലകുത്തി പ്രാർത്ഥന നടത്തുന്നു, കൂദാശ പരിപാടികൾ നടത്തുന്നു, മൂറോം തിളപ്പിക്കുന്നു, എല്ലാം ചെയ്തിട്ടും ഈ ക്രിസ്ത്യാനികളുടെ എണ്ണം ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഈ അരമനവാസികളുടെ ശരീരത്തിൽ വീർക്കുന്നു. പഴയ അംബാസഡർ കാറുകളിൽ നിന്നും ലംബോർഗിനിയിലേക്ക് ഇവന്മാർക്ക് മാറ്റമുണ്ടാകുന്നു. ഇവന്മാരുടെ കഴുത്തിൽ ഒരു മാല ഉണ്ടായിരുന്നവൻ്റെ 8ഉം 10ഉം മാലകളാകുന്നു. ഈ കോമാളി വേഷം കെട്ടി ഈ 21ാം നൂറ്റാണ്ടിലും രാജാപ്പാർട്ട് വേഷം കെട്ടി വഴിയെ യാതൊരു ഉളുപ്പുമില്ലാതെ തിരുമേനിയാണെന്ന് പറഞ്ഞ് വേട്ടാവളിയന്മാർ ഒരു 3 മാസം മുമ്പ് 3 വർഷം തലമുറ മുമ്പ് ഇവൻ്റെയൊക്കെ അപ്പനാരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുൻപേ പറഞ്ഞു ഇവിടുത്തുള്ള കോവാലനോ പാച്ചുവോ ശങ്കരനോ ആണ്. ഏതെങ്കിലും ഒരു ഈ പറഞ്ഞ മെത്രാൻമാരുടെ പിതാമഹന്മാരെ ആരെങ്കിലും നമുക്ക് യെരുശലേമിലോ എല്ലാവരും പറയുന്നത് ഏത് PC ജോർജ് വരെ പറയുന്നത് ബ്രാഹ്മണനാണെന്നാണ്. ചിരിച്ച് കൊല്ലൂലേ ഇവർ നമ്മളെ. അന്നേരം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവന്മാരെല്ലാം പറയുന്നത് ഇവരെല്ലാം ഇവിടുന്ന് സ്പെഷ്യൽ തോമസ് ലീഗ നേരിട്ട് വന്ന് മുഖ്യ ബ്രാഹ്മണനാണ്. അതെ, അന്നേരം അതുപോലെ തന്നെയാണ് ഇവന്മാരെ വെല്ലുവിളിക്കണം. തോമസ് ലീഗ ഇവിടെ വന്നു എന്ന് പറയാനുള്ള ശാസ്ത്രീയമായ തെളിവ് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് 1 കോടി രൂപ ഇനാം നൽകാം. അതുപോലെ നിലവിലുള്ള ക്രൈസ്തവ സഭകളിലുള്ള ഏതെങ്കിലും ഒരു ബിഷപ്പിന്റെ ഒരു 3 തലമുറയിലുള്ള ഇവന്റെ വല്യപ്പൻ ശങ്കരനോ ഗോപാലനോ അല്ല എന്ന് ബ്രാഹ്മണനാണെന്നോ അല്ലെങ്കിൽ ശങ്കരനോ ഗോപാലനോ അല്ല
ഇവർക്ക് ഇത്തരത്തിലൊരു ഒരു പാരമ്പര്യമുണ്ട് എന്ന് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കോടി രൂപ ഇവർക്ക് ഇൻവാൻ കൊടുക്കാം. സുനിൽ അത്ര ആത്മവിശ്വാസത്തോട് പറഞ്ഞു. പക്ഷേ ഈ ഒരു കാര്യം കൂടെ ചോദിക്കണം സുനിൽ, മറ്റ് സഭകളെ കുറിച്ചാണ് ഇപ്പോൾ യോഹന്നാൻ കുറിച്ച് പറഞ്ഞു, ഓർത്തഡോക്സ് സഭയെ കുറിച്ച് പറഞ്ഞു. ഇതിൻ്റെ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ കത്തോലിക്ക സഭയിലെ മെത്രാന്മാരാണ് ഏറ്റവും കൂടുതൽ ഇതിനെ എതിർക്കുന്നത്. കത്തോലിക്ക സഭയുടെ ഈ ഒരു എതിർപ്പിന് പിന്നിൽ എന്താണ്? ഈ സുനിൽ പറഞ്ഞ ഘടകങ്ങളൊക്കെ തന്നെയാണ്. കത്തോലിക്ക സഭയെക്കുറിച്ച് പറയുക, എന്താണ് അവരുടെ ഒരു അജണ്ട? ഇപ്പോൾ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രബലരായ, ഏറ്റവും ശക്തമായ ഒരു തീർച്ചയായിട്ടും കാലാകാലങ്ങളായി, അതായത് ഈ സ്റ്റേറ്റും റിലീജിയനും ഇടപഴകി കിടക്കുന്ന ആ കാലം കൊണ്ട് തന്നെ സ്റ്റേറ്റ് കത്തോലിക്ക സഭയെ സഹായിക്കുന്നു, തിരിച്ച് സ്റ്റേറ്റ് സഹായിക്കുന്ന അത്തരത്തിലുള്ളതാണ്. ഇൻക്വിസിഷൻ, മതകോടതികൾ സ്ഥാപിച്ച് മതനിന്ദ നടത്തുന്ന, മതത്തിനെതിരെ സംസാരിക്കുന്ന ആരെയും വളരെ പ്രാകൃതമായ രീതിയിൽ, അതായത് ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഈ 2 വണ്ടിയിൽ കെട്ടി കാല് വലിച്ച് കീറുക, അതുപോലെ തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കുക, അതുപോലെ വായിൽ ഇത് വെച്ചിട്ട് വെള്ളം കുടിപ്പിക്കുക, കാളകളെ പൂട്ടി 2 വണ്ടിയിൽ നിർത്തി വലിച്ചു കീറുക, തീ കത്തിക്കുക, ഇങ്ങനെ പൈശാചികമായ രീതിയിൽ ഇത് ചില സാമുദായിക സംഘടനകളെ തീവ്രവാദികൾ എന്ന് പറഞ്ഞുമാർ മുദ്ര കുത്താൻ വെമ്പൽപ്പെടുന്നു. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നിരപരാധികളായ കോടിക്കണക്കിന് ആളുകളെ ഈ മതനിന്ദയുടെ പേരിൽ കൊന്നുകളഞ്ഞേക്കുന്ന പാരമ്പര്യമുള്ള ഈ പൈശാചിക പ്രാകൃത കത്തോലിക്ക സഭ ഇതിനെങ്ങനെ ക്രിസ്തു സ്നേഹവും സമാധാനവും ഉദ്ഘോഷിക്കുന്ന ക്രിസ്തുവിൻ്റെ പിൻഗാമികളാണെന്ന് പറയുന്നത് പോലും ക്രൈസ്തവ സമൂഹത്തിന് ഇൻസൾട്ടാണ്. അപ്രകാരമുള്ള ഈ പൈശാചിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചോളം ഇവരുടെ ഈ അപ്രമാദിത്വം എല്ലാ കാലങ്ങളിലും അടിച്ച് ഏൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഓരോ രാജ്യങ്ങളിലെയും, അതായത് ഇതിനെതിരെ നിൽക്കുന്ന ഭരണകൂടങ്ങളെ ഇവന്മാർ അട്ടിമറിച്ചു. ക്രൈസ്തവവൽക്കരണത്തിന് എന്ന പേരിൽ ഓരോരോ പ്രഷർ ഗ്രൂപ്പുകളെ ഉണ്ടാക്കി ഇവർ ഈ FCRA അക്കൗണ്ട് വഴിയും മറ്റ് വഴി ആ രാജ്യത്തിലേക്ക് പണം എത്തിച്ച് അവിടെ സംഘർഷങ്ങളുണ്ടാക്കി, വർഗീയ കലാപങ്ങളുണ്ടാക്കി, ചേരിതിരിവുണ്ടാക്കി ആ രാഷ്ട്രത്തെ തന്നെ ശിഥിലമാക്കുന്ന പ്രവർത്തനങ്ങൾ ഇവന്മാർ ചെയ്തു വരുന്നു ഓരോ രാജ്യങ്ങളിലും. ഇന്ത്യയിലും ഇത് മനസ്സിലാക്കി ഇപ്പോൾ പലരും പറയുന്നത് ഇത് സംഘപരിവാർ ശക്തികളുടെ അല്ലെങ്കിൽ BJPയുടെ അജണ്ടയാണ് ഈ FCRA കൺസെപ്റ്റ് എന്നാണ്. അല്ല, അതെ, നമ്മൾ ചർച്ച ചെയ്ത 1976 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നു, 2010 മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ അതിന്റെ അമെൻമെന്റ് നടത്തി. പക്ഷേ ആ സമയത്തെല്ലാം എപ്പോഴും ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ആ കാലാനുകാലങ്ങളിൽ ഭരിക്കുന്ന സർക്കാരിനോട് ഒട്ടിനിന്ന് ഒരു മെയ്വഴക്കം, അവരുടെ ആ ഒരു സിദ്ധി എന്ന് പറയുന്നത് ലോകത്തെ ഒരു സമുദായങ്ങൾക്കുമില്ല. ഇപ്പൊ കേരളത്തിൽ നോക്കുമ്പോൾ ഏത് LDF വന്നാലും UDF വന്നാലും ഒരു കഷ്ണം കേരള കോൺഗ്രസ്. ഒരു കാലഘട്ടത്തിൽ പള്ളിയിൽ നിന്ന് ഇവരുടെ അൾത്താരകളിൽ നിന്ന് പറഞ്ഞിരുന്നു, ഇവന്മാർ ശൂലം കൊണ്ട് വരുന്നവന്മാരെ നമ്മൾ സൂക്ഷിക്കണം, ഇവന്മാരുടെ ഭാഗത്തോട്ട് പോലും തിരിഞ്ഞു നോക്കണ്ട എന്ന് പറഞ്ഞ ഇവന്മാർ തന്നെ കേക്കുമായിട്ട് പോയി മോദിയുടെ അടുത്ത് കുനിഞ്ഞു നിൽക്കുന്നത് നമ്മൾ കണ്ടു. അന്നേരം ഇവന്മാർ തന്നെ ഇടയലേഖനം എടുക്കി എന്തുകൊണ്ട് നമുക്ക് കാവ്യ ഉടുത്തുകൂടാ എന്ന് പറഞ്ഞ് മെത്രാന്മാർ തന്നെ അവരുടെ നൈറ്റിയുടെ കളർ തന്നെ ചിലർ കാവ്യ ഉടുത്ത് കഴിഞ്ഞ് ഇന്ത്യൻ ടൈം കിട്ടി തുടങ്ങി. അന്നേരം ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു നിലപാടുമില്ല. ഇവർക്ക് ആകെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ കാലാനുകാലങ്ങളിൽ ഇവരുടെ ഇൻട്രസ്റ്റ് ആര് സേഫ് ഗാർഡ് ചെയ്യുമോ, ഇവന്മാരുടെ വിങ്സ് ആൻഡ് ഫാൻസീസിനൊത്ത് ആരൊക്കെ തുള്ളുമോ അവരോട് ഇവർ ചേർന്ന് നിൽക്കും. എങ്കിലും സുനിലൊരു ആശങ്കയില്ലേ? കാരണം RSS പോലുള്ള ഒരു സംഘടിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനം അവർ പ്രഖ്യാപിതമായ ഒരു അജണ്ട മുൻനിർത്തി ഇത്തരത്തിൽ വടക്കേന്ത്യയിലും മറ്റും ക്രൈസ്തവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഒരു FCRA ഫണ്ടുമായി ബന്ധപ്പെട്ട് അങ്ങ് നമുക്ക് ഇവരെ കുറ്റപ്പെടുത്താൻ പറ്റും. കാരണം ഒരുപാട് എന്താ പറയുന്നത്, പഴയ ഇവിടുത്തെ നിസ്വാർത്ഥരായിട്ടുള്ള അതെല്ലാം നമ്മൾ അക്നോളജ് ചെയ്തിരുന്നു. അതെല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഇവിടെ മണിപ്പൂരിലും മറ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലും ക്രൈസ്തവ സഭകൾക്കെതിരെ വലിയ തീവെപ്പും കൊള്ളിവെപ്പും കൊലപാതകങ്ങളും ഉണ്ടായപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ബിഷപ്പ് അതിനെതിരെ കമാന്ന് ശബ്ദിച്ചോ? അന്നൊരുത്തിൻ്റെയും വായിൽ ഒരക്ഷരമില്ലായിരുന്നു. അതുപോലെ ഇവിടെ സഭാ വഴക്കുകൾ തമ്മിൽ കക്ഷി തിരിഞ്ഞ് ബാബാ കക്ഷി മെത്രാൻ കക്ഷി തിരിഞ്ഞ് തമ്മിലടിച്ചപ്പോൾ വേറൊരു സഭകൾ അതിലിടപെട്ട് ഒരു മധ്യസ്ഥതയ്ക്ക് ഒന്നും വന്നില്ല. എന്നാൽ ഈ തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പും പോലെ നിൽക്കുന്ന സകലമാന ഈ നൈറ്റ് കൂതാശ കുർബാന തൊപ്പിത്തൊഴിലാളികളും FCRA വിഷയത്തിൽ വന്നപ്പം എല്ലാവരും ഒരമ്മ പെറ്റ മക്കൾ പോലെ. യാക്കോക്കാരൻ ഓർത്തഡോക്സുകാരൻ്റെ പള്ളി കയറത്തില്ല, കത്തോലിക്കൻ മാർത്തോമക്കാരൻ്റെ പള്ളി കയറത്തില്ല, പെന്തക്കോസുകാരൻ ഇവന്മാർ ഒന്നിൻ്റെ അടുത്തും പോകത്തില്ല, ഇവന്മാർ തിരിച്ചും പോകത്തില്ല. അങ്ങനെ നിൽക്കുന്ന ഇവന്മാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് FCRA ഭേദഗതി എന്ന് കേട്ടപ്പോഴത്തേക്കും കാറിക്കൂവി ഇവന്മാർ ഇറങ്ങി. ഇവന്മാരുടെ അലർച്ചയുടെ ബഹളുടെയും ആ റിഫ്ലക്ഷനിൽ കോൺഗ്രസിൻ്റെ സകല MPമാരും ഇവിടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് നേരെ ഡൽഹിക്ക് പോയി ഇവന്മാർക്ക് വേണ്ടി വാദിക്കാൻ നിർത്തി. അങ്ങനെ അത്രത്തോളം
മാത്രമല്ല അവിടെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിനകത്ത് ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്ന കോൺഗ്രസ് പരമ്പരാഗതമായ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹമാണ് കേരളത്തിൽ അല്ലേ. അതുകൊണ്ടാണ് ഈ ഒരു സംഘപരിവാർ പേടിയിൽ ഇവരെ നിർത്തുന്നത്. അത്തരത്തിൽ നമുക്ക് ആലോചിച്ചൂടെ? അന്നേരം അല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു സമൂഹമായി മാറണം. അന്നേരം ഈ ഇവന്മാർ പറയുന്ന ഈ തിട്ടൂരം അല്ലെങ്കിൽ ഇവന്മാർ ഈ ഉണ്ടാക്കി വിടുന്ന ക്യാപ്സൂളുകൾ വിഴുങ്ങുന്നവരായിരിക്കില്ല ക്രൈസ്തവ സമൂഹങ്ങൾ. അന്നേരം ക്രൈസ്തവ സമൂഹം പഠിക്കണം. അതിന് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ചെയ്യേണ്ടുന്നത് ഓരോ സംസ്ഥാനങ്ങളിലെയും റീജിയണൽ ലാംഗ്വേജിൽ കൃത്യമായി ADVP വഴിയും PRD വഴിയും ഒക്കെ അവർക്ക് സൗജന്യ നിരക്കിൽ ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അവർ കൃത്യമായിട്ടും പറയുക എന്താണ് FCRA നിയമം, എന്ത് ഭേദഗതിയാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്, അതിലൂടെ ഇപ്രകാരം ഒരു സുതാര്യതയും അക്കൗണ്ടബിലിറ്റിയും വരുന്നതിനോടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇപ്രകാരം ഹനിക്കപ്പെട്ടാൽ അവർക്ക് സുപ്രീം കോടതിയിൽ പോകുവാനുള്ള അവകാശമുണ്ട്. ഈ നിലവിൽ നമ്മുടെ ഭരണഘടന ഇതിനെ സേഫ് ഗാർഡ് ചെയ്യാനുള്ള സ്ഥിതിക്ക് അതിന് യാതൊരു വയലേഷൻ വരുന്നില്ല. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പള്ളി പിടിച്ചെടുക്കലോ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തെ ഇല്ലാതാക്കാനോ ഇതിനെ ഒരു ഹൈന്ദവവൽക്കരണത്തിൻ്റെയോ ഭാഗമല്ല. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റുള്ള മതങ്ങളിലുള്ള പോലെ തന്നെ ഒരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടാക്കുന്നു ഇതിൻ്റെ കാര്യങ്ങൾ ഉണ്ടാക്കുവാൻ. ഇതിനകത്ത് കള്ളത്തരങ്ങളും കള്ളക്കമ്മട്ടങ്ങളും നടത്തുന്ന സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പല ആവർത്തി ഈ നിർദ്ദേശം കൊടുത്തിട്ടും പാലിക്കാത്തവരുടെ സ്വത്ത് കണ്ടുകെട്ടി അത് സർക്കാരിലേക്ക് മുതൽ കൂട്ടുകയല്ല, സംഘപരിവാറിൻ്റെ ക്ഷേത്രങ്ങളിലേക്കും കൊണ്ടുപോവുകയല്ല, ഇതിൻ്റെ കോമ്പറ്റൻ്റ് ഏജൻസിയിലേക്ക് ഒരു കോർപ്പസ് ഫണ്ടായി ഇത് വകമാറ്റപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും ആയിരിക്കും വിനിയോഗിക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള ആശങ്കകൾക്കും കൺഫ്യൂഷനുകൾക്കും ഇടം കൊടുക്കാത്ത തരത്തിലുള്ള ഒരു അവയർനെസ് സർക്കാരിന് കൊടുക്കാൻ സാധിക്കണം. അപ്രകാരം കൊടുത്തില്ല എങ്കിൽ ഇതുപോലെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഈ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഇവരെ പ്രീണിപ്പിക്കുവാനായി ഇവരുടെ മനസ്സിൽ ആശങ്കകളുണ്ടാക്കും, വർഗീയ കലാപം ഉണ്ടാക്കും. മണിപ്പൂരിലൊക്കെ നമ്മൾ കണ്ടു എന്തൊക്കെ ഉണ്ടാക്കി. അന്നേരം ഇതിനകത്തെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ഇതിനകത്ത് ഈ പറയുന്ന ക്ലാരിറ്റി ഓഫ് തോട്ട്, ക്ലാരിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ അതുണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല. ഇതിനകത്ത് പിന്നെ ഇതാണ് ഹൈലി ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഇതിനകത്ത് ഈ പറയുന്ന ഹാരി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വിചാരധാരയുടെ വളരെ സട്ടിലായിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ആവരുത്, ഒരു RSSന്റെയോ സംഘപരിവാർ അജണ്ടയോ ഇംപ്ലിമെന്റഡ് ആകരുത്. അപ്രകാരം ഒരു തോന്നലുണ്ടായാൽ അത് വളരെ ഈ സെൻസ് ഓഫ് പ്രജുഡിസ് ആൻഡ് സെൻസ് ഓഫ് നെഗ്ലിജൻസ് ആർ ദ റൂട്ട് കോസ് ഓഫ് ടെറർ എന്ന് പറയും. അതായത് ടെററിസത്തിന്റെ ഏത് രാജ്യത്തായിക്കോട്ടെ ടെററിസത്തിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ഫിയർ ഓഫ് ഇൻസെക്യൂരിറ്റി ആരുടെ മനസ്സിൽ എനിക്കിവിടെ നിലനിൽക്കാൻ സാധിക്കത്തില്ല, എൻ്റെ ജീവൻ അപകടത്തിലാണ്, എൻ്റെ തലമുറകൾ നാളെ അപകടത്തിലേക്കാണ്, എന്നെ കോർണർ ചെയ്ത് എന്നെ ലാസ്റ്റ് മൂലയിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നെന്ന് ഏതൊരു പൗരൻ്റെ മനസ്സിലുണ്ടായോ അത് ആ രാജ്യത്തിന് അപകടമാണ്. അപ്രകാരം ഒരു ഭൂരിപക്ഷം കാണിക്കേണ്ടുന്ന മാന്യത എന്ന് പറയുന്നത് തൻ്റെ കൂടെ നിൽക്കുന്ന ആ ന്യൂനപക്ഷ സമുദായത്തെ അവനും ഇതിനകത്ത് കോൺട്രിബ്യൂട്ടറാണ്. അവൻ്റെ പല കാര്യങ്ങളും ഈ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുവാൻ സഹായിച്ചിട്ടുണ്ട്. അവന് ആ രാജ്യത്തിൻ്റെ അസറ്റാണ്. ഈ ആത്യന്തികമായി ഈ രാജ്യത്തിൻ്റെ മക്കളാണവൻ. അന്നേരം അവനെ സംബന്ധിച്ചോളം അവൻ അങ്ങനെ ഒരു തോട്ടുണ്ട്. ഭരണഘടനയും ഈ രാജ്യവും അങ്ങനെ ഒരു അവകാശവും ഒരു സ്വാതന്ത്ര്യവും നൽകിയതുകൊണ്ട് അവൻ അതിൽ പോകുന്നു. അതിന് അലോസരപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ഒരു നിയന്ത്രണം, അതായത് ഒരു പട്ടം പറക്കുമ്പോൾ നമ്മൾ പട്ടം പറന്നത് എങ്ങോട്ടും പോകാനായിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ അതൊരു കാറ്റോ കോളോ വന്നാൽ അത് പൊട്ടിക്കെറിയ അടുത്ത കുറ്റിക്കാട്ടില്ല. അതെ, അന്നേരം അതിൻ്റെ ആ ത്രെഡ് എന്ന് പറയുന്നത് വളരെ ഇൻവിസിബിൾ ആയിട്ടുള്ള ത്രെഡ് ഭരണകൂടത്തിൻ്റെ കയ്യിലുണ്ട് എങ്കിൽ അത് പോകുന്നതിനനുസരിച്ച് ശരിയായ രീതിയിലാണ് പോകുന്നതെങ്കിൽ അത് അയച്ചു വിടുകയും അത് കുതറി രാജ്യത്തെ നിന്നും പോവാണെങ്കിൽ അതിന് എന്തുണ്ടാവും, നാച്ചുറലായിട്ടൊരു എൻഡ് ഉണ്ടാകാനൊരു സംവിധാനം അവിടെ ഉണ്ടാവണം. അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് നിയന്ത്രിച്ച് ആ ചരട് പൊട്ടാതെ പറന്നു നിൽക്കുമ്പോഴാണ് അതിൻ്റെ ആ മനോഹാരിത ഉണ്ടാകുന്നത്. അതേപോലെ ഒരു അവസരം രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഉണ്ടാകും. കഴിഞ്ഞ ചർച്ചയിൽ പ്രേക്ഷകർ കണ്ടില്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് കാണുക. സുനിൽ ആ ചർച്ചയിൽ പറഞ്ഞു വെച്ച ഫ്രീ ചർച്ച് മൂവ്മെന്റ് എന്ന് പറയുന്നൊരു മൂവ്മെന്റ് ഉണ്ട്. അതായത് വചനം സ്വന്തമായി വീട്ടിൽ നിന്ന് പഠിക്കുക, ഈ പറയുന്ന പൗരോഹിത്യത്തിൻ്റെ കീഴിലേക്ക് പോകാതെ സ്വന്തമായി പഠിച്ച് ക്രിസ്തുവിനെ അറിയുക, ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് അറിയുക. ഇവിടെ സ്വാഭാവികമായി ഒരാൾക്കുണ്ടാകുന്ന ഒരു സംശയം, ഒരാൾ ജനിക്കുന്നത് കത്തോലിക്ക സഭയിലാണെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ അച്ഛനും അമ്മയും ഇടവക വികാരിയും പറയുന്ന ആ നിയമത്തിനനുസരിച്ചാണ് അയാൾ വളരുന്നത്. അയാൾ ആ തുടക്കത്തിൽ തന്നെ ആ ഒരു കെണിയിൽ വീണു പോകുന്നു. അത് ക്രൈസ്തവ സഭ മാത്രമല്ല, ഇസ്ലാമിസമായാലും അല്ലെങ്കിൽ ഹൈന്ദവത ആയാലും ഒരു ജാതിയിൽ പിറക്കുന്നു. അപ്പോൾ ഈ ജന്മനാ തന്നെ ഒരു കത്തോലിക്കനായിട്ടുള്ള ഒരാൾക്ക് അയാൾ കുഞ്ഞുനാൾ മുതലേ ഈ മാമോദീസ കാലം കഴിഞ്ഞതിന് ശേഷം മുതലേ പഠിച്ചു വരുന്ന ഈ ഒരു പരമ്പരാഗത ശൈലിയിൽ നിന്ന്
അയാൾക്ക് എത്രത്തോളം മാറി സ്വതന്ത്രനായിട്ട് സുനിൽ ആദ്യത്തെ എപ്പിസോഡിൽ സൂചിപ്പിച്ച ഈ ഒരു ഫ്രീ ചർച്ച് മൂവ്മെൻറ്റ് സ്വന്തമായി പഠിക്കുക എന്നുള്ള ആശയത്തിലേക്ക് എങ്ങനെ വരാൻ കഴിയും? ഹരി വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഒന്ന്, ITV ന്യൂസ് ഇതുപോലെ ഇന്ന് നമ്മളിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന പോലെ കഴിഞ്ഞ 4-5 കൊല്ലങ്ങളായി ഈ ക്രൈസ്തവ സഭകളുള്ള പല തട്ടിപ്പുകളെയും ഇങ്ങനെയുള്ള ചർച്ച് ആക്ട് മൂവ്മെൻറ്റ് ഇത്തരത്തിലുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മുന്നണി പോരാളി എന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അന്നേരം പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഈ ക്രൈസ്തവ സമൂഹത്തെ മാത്രം ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണോ, ഇത് മറ്റേതെങ്കിലും ശക്തികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ഈ ക്രൈസ്തവ സമൂഹത്തെ ഇല്ലാതാക്കാനാണോ നിങ്ങൾ ഇത് ശ്രമിക്കുന്നത് എന്ന തരത്തിലുള്ള പല ആരോപണങ്ങൾ. അതെ, ഇത് പെയ്ഡ് ഒന്നേ സുഡാപ്പികളുടെ അല്ലെ സംഘികളുടെ പണം വാങ്ങി ഈ ക്രൈസ്തവ സമൂഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നീചനാണെന്നും പറഞ്ഞ് ആദ്യമേ ഭയങ്കര ശക്തമായ പ്രൊപ്പഗൻഡ ഉണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഓരോ സഭകളിലെയും വിശ്വാസികൾ തോന്നി, എടാ ഇയാൾ പറയുന്നതിനകത്ത് കാര്യമുണ്ടല്ലോ. അങ്ങനെയാണ് ഇന്ന് നിലവിലുള്ള കേരളത്തിലുള്ള ഒരു സഭകൾക്കുള്ളതിനേക്കാളും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും റീച്ചും ITV ന്യൂസ് എന്ന പ്രസ്ഥാനത്തിന് ഇവിടെയുള്ള ജനങ്ങൾ നൽകിയതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കകത്ത് കാമ്പുണ്ടെന്നും നമ്മൾ വളരെ സത്യസന്ധമായ ഈ സമുദായത്തോടുള്ള സമൂഹത്തോടുള്ള സ്നേഹം കൊണ്ടാണെന്നും പറഞ്ഞു. അന്നേരം ഞാൻ ഇപ്രകാരം തീവ്രമായ ഇച്ചിരി എന്താ പറയുക, പലരും പറയും ഇത്രയും വൾഗാരിറ്റി എക്സ്ട്രീമിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ. പക്ഷേ ചില കാര്യങ്ങളിൽ ഞാനത് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു പോലും സർപ്പസന്തതികളെ എന്ന് വിളിക്കേണ്ടടുത്ത് ഇവരെ സർപ്പസന്തതികളെ എന്ന് വിളിച്ചിട്ടുണ്ട്. ചാട്ടവാർ എടുക്കേണ്ടടുത്ത് ചാട്ടവാർ എടുത്തിട്ടുണ്ട്. വെള്ളയടിച്ച കുഴിമാടങ്ങളെ, പുറം മാത്രം വെടിപ്പാക്കിയ കിണ്ടികള്ളങ്ങളെ എന്ന് ക്രിസ്തു പോലും വിളിച്ചിട്ടുള്ള ആ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള ലാംഗ്വേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പൗരോഹിത വർഗത്തിൻ്റെ മ്ലേച്ഛതകൾ കണ്ടുകൊണ്ട് മാത്രമാണ്. അന്നേരം ആ പാത പിന്തുടരുന്ന ഒരു ക്രിസ്തു ശിഷ്യനായ ഞാനും ഇത്തരത്തിലുള്ള ചില ശക്തമായ സമാനത്തിൽ പോകുമ്പോഴാണ് A.V. തോമസ് എന്ന് പറയുന്ന ഒരു അച്ചായൻ, അദ്ദേഹം വളരെ സൗമ്യമായ ഭാഷയിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കഴിയാവുന്ന വിധം അദ്ദേഹം ഈ കാര്യം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും അങ്ങനെ ഈ ഒരു മൈ ചർച്ച് എന്ന ഒരു കൺസെപ്റ്റുമായി അദ്ദേഹം പോകരുത്. എൻ്റെ ഭവനം എൻ്റെ ആലയം. അന്നേരം അത് വളരെ വലിയൊരു ആശയമായിട്ട് തോന്നി. അതായത് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതായത് ഇന്ന് കാണുന്ന സകല സഭകളും ഈ പാതാള ഗോപുരങ്ങൾ ജയിക്കുന്ന പൈശാചിക പ്രസ്ഥാനങ്ങളായി മാറിയത് കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന സകല ഈ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അന്നേരം നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രണ്ട് കോണ്ടസ്റ്റും, അതായത് ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്രകാരം ഒരു സഭകളെക്കുറിച്ച് കർത്താവ് സ്ഥാപിച്ച സഭകളുമായിട്ട് ഇന്ന് കാണുന്ന ഈ സഭകൾക്കും പ്രസ്ഥാനങ്ങൾക്കും യാതൊരു ബന്ധവുമില്ല. പ്രാർത്ഥിക്കാൻ ഇതുപോലെ വലിയ കെട്ടിടങ്ങൾ കെട്ടി കപടഭക്തിക്കാരെ പോലെ നിങ്ങൾ പള്ളിയിൽ പോകരുത്. ഈ പൗരോഹിത്യ വർഗത്തിൻ്റെ ചെയ്തികളെ നിങ്ങൾ പോകരുത്. ക്രിസ്തു അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് അന്ത്യകാലഘട്ടത്തിൽ കള്ളന്മാർ പറയും, ഇവരൊന്നും ഞാനുമായിട്ട് ബന്ധമില്ല എന്ന് ക്രിസ്തു കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അന്നേരം നമുക്ക് രാജ്യത്തോട് പറയാനുള്ളത്, ഈ വിശ്വാസ സമൂഹത്തോട് പറയുന്നത്, അതായത് ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ എങ്ങനെയൊന്നും പണം വാങ്ങിയിരുന്നില്ല. നീ ഒരു ഭവനചിത്തിൽ ചെന്നാൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിന്റെ കാലിലെ ചെരുപ്പിലെ പൊടിയിൽ അവിടെ തട്ടിക്കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് ഈ പറയുന്ന തരത്തിലുള്ള ഒരു സംഭാവനകളോ കാര്യങ്ങളോ, അവരെല്ലാവരും ജോലി മുക്കുവരായിരുന്നു, മീൻ പിടിക്കാൻ പോകുന്നു, കാർപ്പൻ്ററായിരുന്നു, ആശാരിപ്പണി, ടെന്റ് പണിക്കാരനായിരുന്നു ഇവർ. അങ്ങനെ ഓരോരുത്തരും ഓരോരോ പണി ചെയ്ത് ജീവിക്കുന്ന ഒരു അധ്വാനിക്കുന്ന സമൂഹം. അന്നേരം ഈ പണത്തെക്കുറിച്ചും ഈ ഇതിനെക്കുറിച്ചും രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകൾക്ക് അത് വിധേയപ്പെട്ട് പോകണമെന്നും ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കണമെന്നും പറഞ്ഞു. അങ്ങനെ കൃത്യമായ ഒരു ഡയറക്ഷൻ ഉണ്ടെന്നിരിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ ഈ സ്വത്തുക്കൾ, ധനവാന്റെ സ്വർഗരാജ്യ പ്രവേശനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ സ്വത്തുക്കൾ ഈ സ്വരുക്കൂട്ടുന്നതിനെ, അതിനെല്ലാം വചന വിപരീതമായി ഇവർ നടത്തുന്ന ഈ പ്രവർത്തനങ്ങളാണ് മൈ ചർച്ച് സത്യം പറഞ്ഞാൽ ജനങ്ങളിലേക്ക് വെക്കുന്നത്. അന്നേരം പള്ളി പണിയാതെ എൻ്റെ ഭവനം എൻ്റെ ആലയം എന്നുള്ള രീതിയിലാകുന്നു. നമുക്കും ദൈവത്തിനും ഇടയിൽ ഈ മിഡിൽമാൻമാരായി കൂതാശ കുർബാന തൊപ്പിത്തൊഴിലാളികൾ ഇല്ലാതെ വരുമ്പോൾ തന്നെ ഇവന്മാരുടെ ചൂഷണങ്ങളും, ആ ബൈബിള് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നിരിക്കെ ഇവന്മാർ വായിച്ച് അതിനെ വേറൊരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് അവരുടെ പരിധിയിൽ ക്രിസ്തുവിൽ നിന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ മാറ്റി ഇവന്മാരുടെ കൂതാശകളിലേക്കും ക്രമങ്ങളിലേക്കും നമ്മളെ വലിച്ചു കൊണ്ടുപോയി നിത്യനാശത്തിലേക്കും നരകത്തിലേക്കും ക്രൈസ്തവ സമൂഹത്തെ കൊണ്ടുപോകുന്ന അവസ്ഥ ജനങ്ങളെ തിരിച്ചറിയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. സുനിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇത്തരം ഒരു മൂവ്മെന്റ് ഒരാൾക്കൊരു ആത്മബോധം എന്നൊക്കെ പറയാവുന്നൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഈ പൗരോഹിത്യത്തിൻ്റെ പിടിയിൽ നിന്നും മാറി എന്തുകൊണ്ട് എനിക്ക് നേരിട്ട് ക്രിസ്തു പറഞ്ഞ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചുകൂടാ? എന്തിനാണ് എനിക്കൊരു പുരോഹിതൻ? എന്തിനാണ് അയാളുടെ
പിന്നെ നിയമങ്ങളും ശാസനകളും ഞാൻ അനുസരിക്കുക. അതൊരു പൗരബോധമാണ്, ഒരു ആത്മബോധമാണ്, സ്വയം തിരിച്ചറിയലാണ്. ഇല്ല, അത്തരത്തിൽ സുനിൽ അങ്ങനെ ഒരു ക്രിസ്ത്യാനി ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ബൈബിളിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരാൾ ചിന്തിച്ച ഒരാളെ തെറ്റു പറയാൻ കഴിയില്ല. കാരണം എത്രത്തോളം പീഡനങ്ങളാണ് നടക്കുന്നത്, സ്ത്രീ പീഡനം അല്ലേ, എത്ര കന്യാസ്ത്രീകളാണ് കിണറ്റിൽ വീണ് നമ്മൾ കണ്ടത്. അതിന് അഭയ്ക്ക് മാത്രമേ നീതി കിട്ടിയുള്ളൂ. എത്ര ബാലപീഡനങ്ങൾ ഇല്ലേ. ഇത്തരത്തിലുള്ള ഈ പൗരോഹിത്യ ഭയത്താൽ നിൽക്കുകയാണ് എല്ലാവരും, ശ്വാസം മുട്ടി നിൽക്കുകയാണ്. ഇതിനകത്തൊന്നും ഒരു ആത്മീയതയുമില്ല, ഇതിന് ക്രിസ്തുവുമായോ വിശുദ്ധ വേദപുസ്തകവുമായോ ബന്ധമില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നതിൻ്റെ ക്ലാസിക് എക്സാമ്പിൾസാണ് ഹാരി പറഞ്ഞതുപോലെയുള്ള ഈ കർത്താവിൻ്റെ മണവാട്ടികൾക്ക്. കർത്താവിൻ്റെ കൂടെ ഇതുപോലെ മണവാട്ടികളൊന്നും ഇല്ലായിരുന്നു, കർത്താവിൻ്റെ കൂടെ ശിഷ്യകളില്ലായിരുന്നു. അന്നേരം അതുപോലെ കർത്താവിൻ്റെ ആ പേരിൽ കന്യാസ്ത്രീ മഠങ്ങൾ എന്ന പേരിൽ ഇതുപോലെ സ്ഥാപിച്ചത് അബലകളായ കൂലിയില്ലാ കുപ്പായ തൊഴിലാളികളാക്കി പാവപ്പെട്ട വീട്ടിലെ പിള്ളേരെ കൊണ്ടുവന്ന് അവരെ നശിപ്പിക്കുന്ന, അതിലെത്ര എണ്ണം 74 എണ്ണം ഈ കേരളത്തിൽ തന്നെ ജഡമായി കിണറ്റിൽ പൊങ്ങി. ഇപ്രകാരമുള്ള ആ കേസുകളൊന്നും ചർച്ചയാക്കപ്പെടാതെ പോയതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ സഭകളുടെ കയ്യിലുള്ള പരിധിയില്ലാത്ത പദവിയും പരിധിയില്ലാത്ത അധികാരവും പരിധിയില്ലാത്ത സമ്പത്തും കൊണ്ടാണ്. കാരണം ഇതിനകത്ത് അക്കൗണ്ടബിലിറ്റി ഇല്ല, സുതാര്യതയില്ല, കണക്ക് കാര്യങ്ങളുമില്ല, ഇതെവിടെ നിന്ന് വരുന്നു, എന്തിനു വേണ്ടി വിനിയോഗിക്കപ്പെടുന്നു എന്ന് ഇല്ല. അതുപോലെ തന്നെ ഫ്രാങ്കോ എന്ന് പറയുന്ന ബിഷപ്പിൻ്റെ ആ കന്യാസ്ത്രീ മഠത്തിൽ കയറി പീഡനം നടത്തിയവൻ്റെ ട്രയലിന് വേണ്ടി വന്ന് കൊച്ചിയിലെ ക്രൗൺ പ്ലാസയിൽ താമസിച്ചതിൻ്റെ ബില്ലെന്ന് പറയുന്നത് ഒരു ദിവസം 35 ലക്ഷം രൂപയായിരുന്നു. ഒരു രാത്രി ഇയാളും പരിവാരവുമായി ഒന്ന് സ്ഥാപിച്ചിട്ട് ഇത് 35 ലക്ഷം. സാധാരണ വിശ്വാസികൾ അറിയണം പറയുന്ന കണക്കുകൾ. ഈ 35 ലക്ഷം രൂപ. അതുപോലെ തന്നെ അഭയ കേസിലെ മറ്റേ അച്ചാമ്മ ഒരു സാക്ഷിയായ അച്ചാമ്മയ്ക്ക് വേണ്ടി ഹരീഷ് സാൽവയെ പോലെയുള്ള, അതായത് മണിക്കൂറിന് ലക്ഷങ്ങൾ കൊടുക്കേണ്ടുന്ന ആളാണ് വന്ന് വരുന്നത്. അതുപോലെ ഈ 10 വയസ്സുകാരനെ പീഡിപ്പിച്ച ഇവിടെ ബാലന് വേണ്ടി ഈ ഹാജരാകാൻ വരുന്നത് ഹൈക്കോടതിയിലെ രാമൻപിള്ള വക്കീലാണ്. അന്നേരം ഇതുപോലെയുള്ള, അതായത് ഇത്തരത്തിലുള്ള ഒരു ചെറിയ പീഡനങ്ങൾക്ക് പോലും മിനിമം കേരളത്തിലെ രാമൻപിള്ള പോലെയുള്ള ആളുകളാണ്. അന്നേരം ഇതുപോലെയുള്ള ഈ പീഡനങ്ങളും ഇവന്മാർ ചെയ്ത് കൂട്ടുന്ന ഈ പരിപാടികളും എല്ലാം അടിസ്ഥാനപരമായ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ഈ വരുന്ന പണമാണ്. ഇന്ന് എത്ര ട്രസ്റ്റുകൾ, അതായത് ഒരു ഓഡിറ്റിംഗ് നടത്തുക, കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുമുള്ള ഓരോ ട്രസ്റ്റുകളുടെ ഓൺ ചെയ്യുന്നത് ആരാണ്, അത് എന്ന് രൂപീകരിച്ചു, അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകമാണ്, എവിടുന്ന് വന്നു എന്ന് പരിശോധിച്ചാൽ ഞെട്ടിപ്പോവും. ഈ തലസ്ഥാന നഗരിയിൽ തന്നെ 100 കണക്കിന് ഏക്കറുകൾ ഓരോരോ പുണ്യാളന്മാരുടെയും പുണ്യാളത്തിമാരുടെയും പേരുകളിൽ ക്യാൻസർ സെൻ്റർ എന്ന പേരിലും വിദ്യാഭ്യാസ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പേരിലും ചവറ കുര്യാക്കോസ് അച്ഛൻ്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് 100 കണക്കിന് ഏക്കറുകൾ, അതായത് ഒരു സെൻറ്റിന് 1 കോടി രൂപ വരെ വില മതിക്കുന്ന അത്രയും പ്രൈം പ്രോപ്പർട്ടികളിൽ ഈ സഭയ്ക്ക് ഇവന്മാരുടെ ഈ FCRA പണം കൊണ്ട് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഓണർമാരായ ബിനാമികളായിട്ടുള്ള പല ആളുകളും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഓരോ വൃദ്ധരായ വൈദികന്മാരുടെ പേരിൽ എഴുതി അവന്മാർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് പലരുടെ കയ്യിലായി ഇന്ന് ഗുണ്ടകളെ വെച്ച് ഇവന്മാർ കൊണ്ടുപോകുന്നു. ഇതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലും ഇതുപോലെ 100 കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ ഈ FCRA അക്കൗണ്ട് വഴി കടത്തിയ പണങ്ങളാണ് ഇതുള്ളത്. ഈ പണമെല്ലാം വെച്ചുകൊണ്ട് എന്തൊക്കെ പണികളാണ് ഇവന്മാർ ചെയ്യുന്നത് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റും. അതായത് ഈ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സകല പ്രശ്നങ്ങളുടെയും റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇവന്മാരുടെ ഈ വളഞ്ഞ വഴിയെ വരുന്ന ഈ പരിധിയില്ലാത്ത ഈ ഫണ്ടാണ്. അതായത് സ്ഥാപനങ്ങളിൽ അധ്യാപക നിയമനത്തിനായി 1000 കോടികൾ മേടിക്കുന്നു. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് രാഷ്ട്രീയക്കാരന്മാർക്ക് കിട്ടും. അതുപോലെ FCRAയുടെ പേരിൽ വരുന്ന പണം വിശ്വാസികളുടെ നിസ്സാര ഒരു കാര്യം പറയാം. ഇവിടെ ഒരു 65 ലക്ഷം ക്രൈസ്തവർ കേരളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഞായറാഴ്ച ഈ 65 ലക്ഷം പേര് 1 രൂപ വെച്ചിട്ടാൽ എത്ര രൂപയായി? 65 ലക്ഷം രൂപയായി. അതേസമയം ഇതിനകത്ത് 1000 വിടുന്നവരുണ്ട്, 2000 വിടുന്നവരുണ്ട്, 10000 വിടുന്നവരുണ്ട്. അന്നേരം ഇവരുടെ ഒരു സഭയുടെ ഈ ചെറിയ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ പെർ ഡേ ഇൻകം എന്ന് പറയുന്നതിൻ്റെ ഈ വന്നുകൂടുന്ന പൈസ. എന്നാൽ ഇവർ ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് ഇടവകയിൽ ഒരു 500 പേരുണ്ടെങ്കിൽ അതിനകത്തുള്ള അരിപ്രാഞ്ചകളിൽ ഇപ്പോൾ എല്ലാം കൂടെ പിടിച്ച് 10 ലക്ഷം രൂപ കൊടുത്താൽ ഈ 9 ലക്ഷം പോക്കറ്റിലിട്ടിട്ട് 1 ലക്ഷം രൂപ ചാരിയായിട്ട് കൊടുക്കും. അതിനകത്തൊന്നും വെട്ട്. എന്തൊക്കെ മാർഗമുണ്ടോ ഇവന്മാർ അവിടെ എല്ലാം വെട്ട്. തീർച്ചയായിട്ടും സുനിൽ ഈ കണക്ക് പറയുമ്പോൾ ഞാൻ അമ്പരന്നിരിക്കുകയാണ്. കാരണം ഈ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ പറഞ്ഞു വരുത്തുന്നത് പോലെ ഉള്ള ഒരു സംഘപരിവാർ പേടിയിൽ ന്യൂനപക്ഷങ്ങളെ ക്രൈസ്തവ വേട്ട, പിന്നെ നിങ്ങളെ ഇല്ലാതാക്കാൻ പോകുന്നു, വിചാരധാരയിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ ഈ
കോൺഗ്രസിനായിക്കോട്ടെ ഇടതുപക്ഷത്തിനായിക്കോട്ടെ ഇവർക്ക് ഇവിടുത്തെ കള്ള് കച്ചവടക്കാരന്മാരിൽ നിന്നും മയക്കുമരുന്ന് മാഫികളിൽ നിന്നും അല്ലെങ്കിൽ ക്വാറി മാഫികളിൽ നിന്നും കിട്ടുന്നതിനേക്കാളും ഏറ്റവും വലിയ ഇൻകം ഒരു ഫണ്ട് ലഭിക്കുന്നത് ഇവിടുന്നാണ്, ഇവിടുത്തെ ക്രൈസ്തവ സഭകളിൽ നിന്നാണ്. ആ ക്രൈസ്തവ സഭകൾ അതുപോലെ ഫണ്ട് ഇറക്കി, അതായത് ഈ നമ്മുടെ പഴയ പലിശ മുതലാളിമാർ ചെയ്യുന്നത് നോക്കിയിരുന്ന ആവശ്യത്തിന് എന്നാ നീ പിടിച്ചോന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കും. അവസാനം അവൻ അറിയാം അവൻ്റെ കയ്യിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം കൂടെ കണക്കാക്കിയാണ് അവൻ കൊടുത്തേക്കുന്നത്. അങ്ങനെ അവൻ ഇച്ചിരിച്ച സപ്പോർട്ട് ചെയ്ത് അവസാനം എന്ത് ചെയ്യും, ഇതെല്ലാം കൂടി ഇവൻ്റെ കയ്യിലാകുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്നവന്മാർ ഈ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിന്ന് ഇവർക്ക് വേണ്ടുന്ന ഫണ്ട് കൊടുക്കുന്നു, ഇവരുടെ ആവശ്യങ്ങൾ. അങ്ങനെ ആയിരക്കണക്കിന് വനഭൂമികൾ ഈ വലതുപക്ഷ സർക്കാരുകളെ സ്വാധീനിച്ച് ഇവന്മാർ പട്ടയഭൂമികളാക്കി മാറ്റി. വനഭൂമി കയ്യേറി അവിടെ കൊണ്ട കുരിശ് കൃഷി നടത്തി അതെല്ലാം സഭയുടെ അനുമതിയിലുള്ള ഭൂമിയാക്കി മാറ്റി. നഗരപ്രദേശങ്ങളിൽ ഇന്ന് നോക്കുക, ഇന്ന് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ സിറ്റികളിലുള്ള വേറെ എന്തിനു പോകുന്നു, തിരുവനന്തപുരത്ത് തന്നെ നോക്കുക. ഹാർട്ട് ഓഫ് സിറ്റി നമ്മുടെ വെള്ളയമ്പലത്ത് നിൽക്കുന്ന ബിഷപ്പ് ഹൗസ്, കൗടിയാറിലെ രാജകൊട്ടാരത്തിനടുത്തുള്ള സാൽവേഷൻ ആർമിയുടെ കയ്യിലിരിക്കുന്നത്, പാളയത്തിരിക്കുന്ന LMS കോമ്പൗണ്ട്, മലങ്കര കത്തോലിക്കക്കാരുടെ കയ്യിലിരിക്കുന്ന പണ്ട് കുറുക്കൻകുന്ന് അറിയപ്പെടുന്ന മെഡിക്കൽ കോളേജ് അവിടെ കൊടുക്കാന്ന് പറഞ്ഞു. അന്ന് കുറുക്കൻകുന്നായിരുന്നു അറിയപ്പെടുന്നത്. അവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് നാലാഞ്ചിറയിലേക്ക് കൊടുത്തു. അന്നേരം ഇന്ന് കാണുന്ന ഈ തലസ്ഥാന നഗരിയിൽ തന്നെ ഇരിക്കുന്ന ഈ പ്രൈം പ്രോപ്പർട്ടികൾ എത്രായിരം കോടിയുടെ വർത്തുള്ളതാണെന്ന് നോക്കുക. ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലും ഇത് വിശ്വാസികളും ആളുകളും അറിയാതെ ഇവന്മാർ ഓരോ ട്രസ്റ്റുകൾ ഉണ്ടാക്കി ഓരോരോ സ്ഥാപന ജംഗമ വസ്തുക്കൾ വിറ്റ് തൊലച്ചുകൊണ്ടിരിക്കുകയാണ്. സുനിൽ പറഞ്ഞത് വളരെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. കാരണം FCRI ബന്ധപ്പെട്ട് ഈ സംഘപരിവാറിനെയൊക്കെ ഇടപെടുത്തി ഇടതുപക്ഷവും അതേപോലെ തന്നെ കോൺഗ്രസും ഭീതി പരത്തി അവരുടെ പരമ്പരാഗതമായ വോട്ട് ബാങ്കിനെ, ഈ ക്രൈസ്തവ വോട്ട് ബാങ്കിനെ അവരൊപ്പം നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്നാണ് സുനിൽ പറഞ്ഞു വെച്ചത്. മാത്രമല്ല സുനിൽ പറഞ്ഞ കണക്കുകൾ കേട്ട് യഥാർത്ഥത്തിൽ ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ എന്നുള്ളത്. തീർച്ചയായും കൂടുതൽ യാഥാർത്ഥ്യങ്ങളുമായി ഞങ്ങൾ വരും എപ്പിസോഡിനായി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.